ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നത്. അഥവാ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിനായിട്ട് ഞാൻ പെൻഡൻസ് ഒന്നും വാങ്ങിക്കുന്നില്ല. ബേസിക് ടൂൾസായ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ച പ്രസ്സർ, അതുപോലെ തന്നെ ഗിയർ വയർ, പിന്നെ പ്രധാനപ്പെട്ട ഗിയർ ലോക്കും, പിന്നെ അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള മാലയ്ക്ക് കൊളുത്ത് ആവശ്യമാണല്ലോ, കൊളുത്തും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലിടാൻ പറ്റുന്ന ഒരു റിങ്, കട്ട് റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വിളിക്കും. നമ്മളത് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. മാലയ്ക്ക് ഒരു സൈഡിലിടാൻ പറ്റുന്ന റിങ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റായിട്ട് അവർ എടുത്തു തരും. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്. ഞാൻ പ്രത്യേകിച്ച് പെൻഡൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് മുത്തുകളും അതുപോലെ തന്നെ മഞ്ചാടിയിലൊന്ന് ജസ്റ്റ് ഹോളിട്ട് എടുത്തിട്ടാണുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ അളവെടുക്കുക എന്നുള്ളതാണ്. ഇൻവിസിബിൾ ചെയിനിന് ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു ലെങ്ത്ത് എടുക്കുന്നത് 45 സെൻറ്റിമീറ്ററാണ്. ഞാനൊക്കെ അങ്ങനെയാണ് എടുക്കുക. എങ്കിലും കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല വീതിയൊക്കെ ഉള്ളൊരു കഴുത്തുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ലെങ്ത്ത് എടുക്കേണ്ടി വരും. പിന്നെ വളരെ മെലിഞ്ഞ ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ച് ഈ ഒരു ലെങ്ത്ത് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് ആദ്യം എടുത്ത് ഏകദേശം ലെങ്ത്തൊക്കെ മനസ്സിലാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതിന് കട്ടർ ഞാനിതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് കത്രിക വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം മനസ്സിലാക്കി വെക്കുക, എത്രയാണ് വരിക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗിയർ വയർ മനസ്സിലാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുക. ഇനി നമ്മൾക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മഞ്ചാടിയും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറുള്ള ബീഡ്സും ഉണ്ട്. നമ്മുടെ കുട്ടിയുടെ മാല, പൊട്ടിയ കല്ലുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാം. ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷനായി തോന്നിയത്. ബ്ലാക്കും റെഡും ഗോൾഡൻ കളറും, നല്ല 3 കളേഴ്സാണ്. നല്ല കോമ്പിനേഷൻ വരുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ മഞ്ചാടി കൊടുത്തതിന് 2 സൈഡിലുമായിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ കള്ള ഞാൻ ഇടുന്നത്. ഇനിയാണ് ഞാൻ ശരിക്കും ഗോൾഡൻ കളർ ബീഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സ്ട്രിങ്ങിന് ഒരു 40, 50, 60 രൂപയൊക്കെ വരും. ഓരോ സ്ഥലത്ത് ഓരോ പ്രൈസ് ആയിരിക്കും. ഇതുകൂടി ഞാൻ ഇതിലേക്ക് ഒരു പെൻഡൻ എന്ന രീതിയിൽ ഇടുന്നുണ്ട്. 2 സൈഡിലേക്കൂടും ചേർത്ത് ഈ ഒരു ശരിക്കും മാല കോർക്കുന്ന ആ ഒരു സിമ്പിളാണ് ശരിക്കും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിയർ വയർന്ന് ശരിക്കും ഒടിഞ്ഞു പോകുന്ന സംഭവമൊന്നുമല്ല. ഒന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരുന്നാൽ ഒരു പ്രശ്നവും വരില്ല. നന്നായി ഒടിച്ചാൽ പോലും അത് പൊട്ടിപ്പോവുകയും ചെയ്യില്ല. കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഗിയർ വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാല അല്ലെങ്കിൽ ഇൻവിസിബിൾ ചെയിൻ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പെൻഡൻറ്റ് നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നതിന് പകരം ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കിട്ടാവുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി പഠിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും. എങ്ങനെ വേണം, എത്ര ലെങ്ത്ത് വേണം, അതുപോലെ എന്തൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും നല്ലതായിട്ടുണ്ടാവുക, ഇതൊക്കെ നമുക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും. ഞാനിപ്പോൾ സെൻറ്ററിൽ കോർത്ത് വെച്ചിട്ടുള്ള അത്രയും ബീഡ്സും മഞ്ചാടിയും ഒക്കെ ചേർന്നിട്ട് ഞാനൊരു പെൻഡൻ്റായിട്ടാണ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പെൻഡൻറ്റിന് 2 സൈഡിലേക്കും ഓരോരോ ഗിയർ ലോക്ക് ഇടുന്നുണ്ട്. കാരണം നമ്മൾ മാലയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോഴൊക്കെ ഈ ഒരു പെൻഡൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി പാടില്ല, സെൻറ്ററിൽ തന്നെ നിൽക്കണം. അതിനൊരു ഗിയർ ലോക്ക് കൂടി ഇട്ടിട്ട് 2 സൈഡിലും ഓരോരോ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നടുവിൽ പെൻഡൻറ്റ് ഇടുക, 2 സൈഡിലും ഗിയർ ലോക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നായി. ഇതിപ്പോൾ ഞാൻ 2, 4, 5 ബീഡ്സ് ഇവിടെ കോർത്തിട്ടുണ്ട്. ഈ 5 ബീഡ്സും ചേർത്തിട്ടാണ് ഞാനൊരു പെൻഡൻ്റായിട്ട് കണക്കാക്കിയിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിംഗിൾ പെൻഡൻ്റ് എങ്ങനെ ചെയ്യുന്നത് മാത്രമാണ്. അപ്പം ഇനി വരുന്ന വീഡിയോസിൽ എങ്ങനെയാണ് 3 പെൻഡൻ്റ് ആയിട്ടുള്ള മാലകളും അതുപോലെ തന്നെ 5 പെൻഡൻ്റ് യൂസ് ചെയ്തിട്ടുള്ള മാലകളൊക്കെ ഞാൻ കാണിക്കും. അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയലാണ്. ആരും പെൻഡൻ്റ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കേണ്ട. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഈ ഒരു മാല ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പെൻഡൻറ്റ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഇനി നമുക്കിതിന് കൊളുത്തും അതുപോലെ തന്നെ റിങ്ങും കൂടി ചേർക്കാനുണ്ട്. അത് നമുക്ക് വളരെ ഈസിയായി ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം ഇതിലേക്ക് കോർത്തെടുക്കേണ്ടത് ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക് ഇതിലേക്ക് കോർത്ത് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കൊളുത്തോ അല്ലെങ്കിൽ കട്ടിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റിങ് പോലത്തെ സാധനം കൂടി ഈ ഒരു ഗിയർ വയറിലേക്ക് ചേർക്കുക. എന്നിട്ട് ആ ഒരു കൊളുത്തിനെ ചുറ്റിയിട്ട് ഗിയർ വയർ എടുത്ത്
ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്കാണ് ഇടേണ്ടത്. അതായത് ആദ്യം നമ്മൾ ഗിയർ വയറിനുള്ളിലേക്ക് ഗിയർ ലോക്ക് ഇട്ടു, അവിടെ തന്നെ പിടിച്ചു. അതിനുശേഷം കൊളുത്ത് ജസ്റ്റ് ഇതിലേക്ക് കോർക്കുന്നു. ഇനി ആ കൊളുത്തിനെ ചുറ്റിയിട്ട് വീണ്ടും ആ ഒരു എൻഡ് പോർഷൻ ഗിയർ ലോക്കിനുള്ളിലേക്കാക്കിയിട്ട് അവിടെ പ്രസ് ചെയ്യാണ്. ഗിയർ ലോക്ക് പ്രസ്സറിനെ കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ആകുമ്പം ആ ഒരു എൻഡിൽ കറക്റ്റായിട്ട് ആ ഒരു കൊളുത്തും അല്ലെങ്കിൽ ആ ഒരു കട്ടിങ്ങൊക്കെ കൃത്യമായി നിന്നോളും. ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഗിയർ ലോക്ക് ഇടുന്നു, പിന്നീട് കൊളുത്ത് ഇടുന്നു, പിന്നെ ആ കൊളുത്തിനെ ചുറ്റിയെടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എൻഡ് പോർഷൻ, അതായത് ഗിയർ വയറിൻ്റെ എൻഡ് പോർഷൻ ഉള്ളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇങ്ങനെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി പറ്റും. അത് ഉള്ളിലേക്ക് ചേർക്കുക, പക്ഷെ നല്ലോണം പുറത്തേക്ക് ആവാനും പാടില്ല. ഏകദേശം ഒരു എൻഡ് കണക്കായിട്ട് അവിടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൊളുത്ത് അവിടെ നന്നായിട്ട് ടൈറ്റായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ തന്നെ അവിടെ തന്നെ ഇരുന്നോളും. ഇത്ര മാത്രം പണിയായുള്ളൂ ഈ ഒരു ഇൻവിസിബിൾ ചെയിനിന്. നമ്മുടെ മാലയ്ക്ക് പെർഫെക്ഷൻ വരണമെങ്കിൽ ഈ ഒരു ഗിയർ വയറും ഗിയർ ലോക്കൊക്കെ കുറച്ചൊന്ന് നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ മാല നിങ്ങൾ തന്നെ ഫസ്റ്റ് ഇട്ട് നോക്കുക, അത് കംഫർട്ടബിൾ ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊക്കെ ഫസ്റ്റിൽ മാല ഉണ്ടാക്കിയ സമയത്ത് ഈ നമ്മുടെ കൊളുത്തിൻ്റെ സൈഡിലുള്ള ഗിയർ വയർ കുറച്ച് ലെങ്ത്ത് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുട്ടാനും അല്ലെങ്കിൽ കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ലെങ്ത്ത് തന്നെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയൊരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.